നിങ്ങൾക്കെല്ലാവർക്കും നമ്മുടെ ചാനലിൻ്റെ രുചികരമായ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. എങ്ങനെയാണ് വളരെ എളുപ്പത്തിൽ കുക്കർ ചിക്കൻ കറി തയ്യാറാക്കിയെടുക്കാൻ നോക്കാം. അതിനായി കുക്കർ ഇവിടെ അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായി ഒന്ന് ചൂടായി വരട്ടെ. അപ്പോൾ നമുക്കിതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒരു 4 വലിയ സബോള നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്, ഒരു തക്കാളി നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്, ഒരു 2 തണ്ട് കറിവേപ്പില എടുത്തിട്ടുണ്ട്, ഒരു കുടം വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 4 പച്ചമുളക്, 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, കുരുമുളക് പൊടി, ഗരം മസാല ഓരോ ടീസ്പൂൺ, ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. നമ്മുടെ എണ്ണ ഇവിടെ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. നമുക്കതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് നന്നായി പൊട്ടി വരുമ്പോൾ നമുക്കതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് എന്നിവ ചേർത്ത് കൊടുക്കാം. വീഡിയോ ഇഷ്ടമായ തീർച്ചയായും വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്യുക. അതോടൊപ്പം താഴെ കാണുന്ന ചുവന്ന സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്ത് മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന നമ്മുടെ പച്ചമുളക് ഇട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഞാനിവിടെ ചിക്കൻ മസാല ഉപയോഗിക്കുന്നില്ല, ഗരം മസാലയിൽ തന്നെയാണ് ഈ കറി ഉണ്ടാക്കിയെടുക്കുന്നത്. നിങ്ങൾക്ക് ചിക്കൻ മസാലയുടെ ഫ്ലേവർ ഇഷ്ടമാണെങ്കിൽ 1 ടീസ്പൂൺ ചിക്കൻ മസാല ഉപയോഗിക്കാവുന്നതാണ്. അപ്പം ഇതിലേക്ക് ഞാൻ അരിഞ്ഞു വെച്ചിരിക്കുന്ന സബോള ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇത് ചെറിയ തീയിൽ വെച്ച് ഇത് വഴറ്റിയെടുക്കാൻ ശ്രമിക്കുക, എങ്കിലേ നമ്മുടെ കറിക്ക് നല്ല രുചി ഉണ്ടാകുകയുള്ളൂ. അപ്പോൾ ഇത് ഏകദേശം വഴഞ്ഞു വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ എന്നിട്ട് ഇത് നന്നായി ഒന്ന് ഇളക്കി, ഇത് നന്നായിട്ടൊന്ന് വഴന്ന് വരുന്നിടം വരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ചെറു തീയിൽ വെച്ച് വേവിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മുടെ സബോള ഇവിടെ നന്നായി വഴന്ന് വരുന്നുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ഒരു 2 കറിവേപ്പില ഇട്ട് കൊടുക്കാം. അത് നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കി ഒന്ന് ഇതുമായിട്ട് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന നമ്മുടെ തക്കാളി ചേർത്ത് കൊടുക്കാം. ഇനി തക്കാളി നന്നായിട്ടൊന്ന് ഉടഞ്ഞ് വെന്ത് വരുന്നിടം വരെ അല്പസമയം തീ ഒന്ന് കൂട്ടി വെച്ച് കൊടുക്കാം. നന്നായി ഒന്ന് ഇളക്കി റെഡിയാക്കി നമുക്കിത് നന്നായിട്ടൊന്ന് വഴന്ന് വരട്ടെ. അപ്പോൾ നമ്മുടെ തക്കാളി ഇവിടെ നന്നായി വഴന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ ഇനി നമ്മുടെ എടുത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ പൊടികളാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. അപ്പം നമ്മുടെ പൊടികളെല്ലാം നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. ഇത് നന്നായി ഒന്ന് പച്ച മണം മാറുന്നിടം വരെ ഒന്ന് ചെറുതായി ഇളക്കി കൊടുക്കുക. ചെറിയ തീയിലിട്ട് വേണം നമ്മുടെ പൊടികൾ റോസ്റ്റ് ചെയ്തെടുക്കാൻ. ഇത് കരിഞ്ഞു പോകാൻ സാധ്യത ഉള്ളതുകൊണ്ടാണ് ചെറിയ തീയിടുന്നത്. നമ്മൾ കുക്കറിൽ ഉപയോഗിക്കുന്നതുകൊണ്ട് തന്നെ വളരെ ചൂട് കൂടുതലായിരിക്കും. അപ്പോൾ നമ്മുടെ മസാലയെല്ലാം നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് അല്പം വെള്ളം ഒഴിച്ച് ഇതൊരു ഗ്രേവി പരുവത്തിലാക്കിയെടുക്കാം. നന്നായി ഇളക്കി നമുക്കിതൊരു ഗ്രേവി പരുവത്തിലാക്കിയെടുക്കാം. അപ്പോൾ നമ്മുടെ നന്നായി ഇളക്കി തന്നെ ഇത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമുക്കിനി ചിക്കനാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ചിക്കൻ ചേർത്ത് കൊടുക്കുന്നത് നന്നായി ഒന്ന് തീ ഫുൾ ഫ്ലെയിമിലിട്ട് നന്നായി ഒന്ന് തിളപ്പിച്ചതിന് ശേഷം എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നു കഴിഞ്ഞാൽ നമുക്ക് അതിലേക്ക് നമ്മുടെ ചിക്കൻ ഇട്ട് കൊടുക്കാം. അപ്പം നമ്മുടെ ചിക്കൻ നമ്മൾ ഇതിനകത്ത് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇത് നന്നായി ഒന്ന് ഇളക്കി എല്ലാ ഭാഗത്തും മസാല വരത്തക്ക രീതി നന്നായി ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് നമ്മുടെ കുക്കർ ഒന്ന് അടച്ച് വെക്കാം. അടച്ച് വെച്ചൊരു 3 വിസിൽ നമുക്ക് ഈ കുക്കർ ഒന്ന് അടിച്ചെടുക്കണം. 3 വിസിൽ അടിക്കുമ്പോൾ ഇപ്പം നിങ്ങളുടെ കുക്കറിൻ്റെ രീതി അനുസരിച്ച് വിസിലിൻ്റെ എണ്ണം മാറാൻ സാധ്യതയുണ്ട്. എനിക്കിവിടെ 3 വിസിൽ അടിക്കുമ്പോൾ ഈ ചിക്കൻ നന്നായി വെന്ത് കിട്ടുന്നതാണ്. അപ്പോൾ നമ്മുടെ 3 വിസിൽ അടിച്ചിട്ടുണ്ട് ഈ ചിക്കൻ. അപ്പം നന്നായി നമ്മുടെ കറി ഇവിടെ റെഡി ആയിരിക്കുകയാണ്. സിമ്പിളായി നമുക്ക് എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്നൊരു കറിയാണിത്. അപ്പോൾ നമ്മുടെ കറി ഇത്രയും ഗ്രേവി വേണ്ടവർ ഇങ്ങനെ തന്നെ ഉപയോഗിക്കുക. അല്പം ഗ്രേവി കുറുകി വേണ്ടവർ നന്നായി തിളപ്പിച്ചതിന് ശേഷം അല്പം ചാറ് വറ്റിയതിന് ശേഷം ഉപയോഗിക്കുക. അപ്പോൾ നമ്മുടെ കുക്കർ ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.